നമസ്കാരം. എസ് ബി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എപ്പോഴും പറയാനുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. അതായത് ഒരു പത്രസമ്മേളനം നടക്കുന്നു 2018-19 ആ പത്രസമ്മേളനത്തിനടുത്ത് മാധ്യമപ്രവർത്തകർ ആ വ്യക്തിയോട് ചോദിക്കുന്നു. ആ ചോദ്യം ഇങ്ങനെയായിരുന്നു: അതേ CMA, ഇപ്പോൾ ഈ പ്രളയമൊക്കെ കഴിഞ്ഞു, ആൾക്കാർ കയറി താമസിക്കണമെങ്കിൽ വീടെല്ലാം ഇനിയും വൃത്തിയാക്കണമല്ലോ, കാര്യമെല്ലാം ചെളിയും ചേറും കയറി കിടക്കുകയാണ്, അതൊക്കെ എന്ത് ചെയ്യും എന്ന് ചോദിച്ച സമയത്ത് ആ ഇരുന്ന ഭരണാധികാരി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ ഒരു വാക്കുണ്ട്: നമ്മളങ്ങ് ഒരുമിച്ച് ഇറങ്ങുകയല്ലേ. ആ ഒരൊറ്റ വാക്ക്, ആ ഒരു ചോദ്യം, അത് ഊർജമായി മാറിയത് ഈ നമ്മുടെ സംസ്ഥാനത്തിലെ നിരവധി യുവാക്കൾക്കാണ്. ആ ചോദ്യം, മുഖ്യമന്ത്രി ചോദിച്ച ആ ഒരു ചോദ്യം ഏറ്റെടുത്തുകൊണ്ട് ഇറങ്ങി പ്രളയം നടന്ന വീടുകളിലേക്ക് അവരുടെ കയ്യിലിരിക്കുന്ന കൊടിയുടെ നിറം നോക്കാതെ, അവരുടെ രാഷ്ട്രീയം നോക്കാതെ, അവരുടെ വർഗം നോക്കാതെ, അവരുടെ ജാതി നോക്കാതെ ഒരുപറ്റം യുവാക്കൾ ആ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരാളുടെ ചോദ്യം കേട്ടുകൊണ്ട് നേരിട്ടിറങ്ങുകയായിരുന്നു. ഞങ്ങളുണ്ട് സഖാവേ എന്ന് പറഞ്ഞുകൊണ്ട്. ആ ചോദ്യം ചോദിച്ച വ്യക്തിയുടെ പേര് പിണറായി വിജയൻ എന്നാണ്, ആ ഭരണാധികാരിയുടെ പേര്. അത്രയ്ക്ക് ഊർജ്ജമുണ്ടായിരുന്നു പിണറായി വിജയൻ്റെ ആ ഒരു വാക്കിന് പിന്നിൽ. എന്ന് വെച്ചാൽ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഇവിടെ ഉള്ള യുവാക്കളെയെല്ലാം ഒന്ന് ഇളക്കി വിടാൻ, അവരെ നേരെ ഏത് സന്നദ്ധ പ്രവർത്തനത്തിനും തയ്യാറാക്കി വിടാൻ ഒരൊറ്റ വാചകം മതിയാവും. അതാണ് ശക്തനായ ഒരു ഭരണാധികാരിയുടെ ഉത്തമമായ ഒരു ലക്ഷ്യം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇപ്പോൾ നമുക്കറിയാം, മാർച്ച് മാസം 3-ാം തീയതി തിരുവനന്തപുരം കാണുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു മഹോത്സവം കഴിഞ്ഞുപോയി, ആറ്റുകാൽ പൊങ്കാല. ഇപ്പോഴും ദിവസം ഇത്ര കഴിഞ്ഞിട്ടും ഇവിടെ ആറ്റുകാൽ പൊങ്കാലയിൽ വന്നിട്ട് പോയ മാലിന്യം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ സിറ്റിയിലുണ്ടായ ആ മലിനത നീക്കാൻ അവിടുത്തെ പുതിയ ഭരണ നേതാക്കന്മാർക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ രാജിവെച്ചിട്ട് പൊയ്ക്കൂടെ എന്ന് ചോദിക്കേണ്ടി വരും. അത് മറ്റൊന്നും കൊണ്ടല്ല, കാരണം കഴിവില്ലാത്തവർ അവിടെ ഇരിക്കാൻ പാടില്ലെന്നേ. അവിടെ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ തിരുവനന്തപുരത്തിൻ്റെ മേയറായിരുന്നൊരു കാലമുണ്ടായിരുന്നു. രായ്ക്ക് രാമായണം ഇവിടെ തൊഴിലാളികളെ നിർത്തിക്കൊണ്ട് അത് ക്ലീൻ ചെയ്ത് രാത്രി 3 മണിക്കും ഒരു പെൺകുട്ടിയാണ് ആര്യ രാജേന്ദ്രൻ. അതോടൊപ്പം അവിടുത്തെ ഒരു മന്ത്രി MP രാജേഷ് വരെ ഇറങ്ങി നിന്നുകൊണ്ട് അത് ക്ലീൻ ചെയ്ത് മാറ്റുകയാണ്. ഒരു തടസ്സമില്ലാതെ അത് നേരം വെളുത്തു കഴിയുമ്പോൾ തിരുവനന്തപുരം നഗരത്തിലേക്ക് മോർണിംഗ് വാക്കിന് ഇറങ്ങുന്ന ആളുകളുണ്ട്. അവരുടെ കാലിൽ പോലും ഒരു കൊതുമ്പിൻ്റെ കഷ്ണമോ ഒരു കല്ലോ ഒരു ചാരമോ പറ്റാതെ അത്ര ക്ലീനായി തിരുവനന്തപുരത്തെ മാറ്റിക്കൊണ്ടിരുന്ന ഒരു തിരുവനന്തപുരത്തിൻ്റെ ഒരു നഗര സംസ്കാരം ഉണ്ടായിരുന്നു. ആ സംസ്കാരത്തിന് ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ കഴിഞ്ഞ ദിവസം നമുക്ക് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന തർക്കങ്ങൾ. ഒടുവിൽ അദ്ദേഹത്തിന് ഇടപെടേണ്ടി വന്നു മന്ത്രി. കാരണം എന്താ, ഊർജ്ജസ്വലനായ ഒരു മന്ത്രി തന്നെയാണ് നമ്മുടെ V. ശിവൻകുട്ടി. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. ശിവൻകുട്ടി RDയോട് റിപ്പോർട്ട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ദിവസം ഇത്ര കഴിഞ്ഞു, ഇന്ന് 6-ആണ് ഡേറ്റ്, എന്നിട്ട് ഇത്രയും ദിവസമായിട്ടും നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ മാലിന്യം അവിടെ നീക്കാൻ സാധിക്കുന്നില്ല എന്ന് ചോദിച്ചു. അപ്പോൾ അവിടുത്തെ VV രാജേഷ് എന്ന് പറഞ്ഞ ബ്ലൂ പ്രിന്റ് രാജേഷിന് ആ ഒരു തോന്നലുണ്ടായി. അദ്ദേഹം പറഞ്ഞു, പിന്നെ മന്ത്രി നിങ്ങളുടെ വകുപ്പിൻ്റെ കാര്യം അന്വേഷിച്ചാൽ മതി എന്ന് പറഞ്ഞു. അത്രയ്ക്ക് ധാർഷ്ട്യമുണ്ടോ VV രാജേഷ് നിങ്ങൾക്ക്? ഒരു സംസ്ഥാനം ഭരിക്കുന്ന കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിനെ ഇന്ന് കാണുന്ന നിലയിലേക്ക് എടുത്തുയർത്തിക്കൊണ്ടുവന്ന ഒരു മന്ത്രിയോട് ആ വകുപ്പിൻ്റെ കാര്യം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി എന്ന് പറയാൻ? നിങ്ങൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയല്ല, തിരുവനന്തപുരം എന്ന് പറയുന്ന വെറും ഒരു നഗരസഭയുടെ മേയർ മാത്രമാണ്. ആദ്യം മനസ്സിലാക്കൂ. എല്ലാ വകുപ്പുകളും കൂടി ഒരുമിച്ച് ചേർന്ന്, ഞാൻ അതിന് തുടക്കത്തിൽ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഊർജ്ജസ്വലനായ ഒരു നേതാവ് ഉണ്ടാവണം. ഇപ്പോൾ DYFIക്കാരെ പറഞ്ഞു ഞങ്ങൾ റെഡിയാണ്, ഞങ്ങൾ റെഡിയാക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. കാര്യം എന്താണ്, DYFIക്കാരെ കൊണ്ട് ഇതൊക്കെ പറ്റുള്ളൂ. യൂത്ത് കോൺഗ്രസ്സുകാരെ കൊണ്ട് ഫണ്ട് പിരിക്കാനും മുക്കാനും അവിടെ ഇപ്പോൾ പെണ്ണ് പിടിക്കാനും മാത്രമേ കഴിയൂ എന്നുള്ള കാര്യം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ തെളിയിച്ചതാണ്. OJ ജനീഷ് തെളിയിച്ചതാണ്. ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കാനേ കഴിയൂ എന്നുള്ള കാര്യം അബിൻ വർക്കി തെളിയിച്ചതാണ്. അതുകൊണ്ടാണല്ലോ അബിൻ വർക്കിക്ക് പത്തനംതിട്ടക്കാർ പോസ്റ്റർ ഒട്ടിച്ചത്. അപ്പം ഇങ്ങനെ ഒരു ഊർജ്ജസ്വലനായ ഒരു നേതാവായി ഭരണാധികാരിയായി മാറാൻ ഇനിയും ഈ പറയുന്ന VV രാജേഷ് ജന്മങ്ങൾ പലത് ജനിക്കേണ്ടി വരും എന്ന് തന്നെ പറയേണ്ടി വരും. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, മേയറായി ആര്യ രാജേന്ദ്രൻ ഇരുന്നൊരു കാലത്ത് അവിടെ ഉണ്ടാകുന്ന ഇഷ്ടിക, അതായത് ഇതിന് അവിടെ പൊങ്കലിടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇഷ്ടികകൾ കളക്ട് ചെയ്ത് ലൈഫ് മിഷൻ പദ്ധതിയിൽ വെക്കുന്ന വീടുകളുടെ നിർമ്മാണത്തിനായി ഉപയോഗിക്കും. അന്ന് പറഞ്ഞത് മേയറായിരുന്ന ആര്യ രാജേന്ദ്രനായിരുന്നു. അന്ന് ആര്യ രാജേന്ദ്രനെ തിരുവനന്തപുരം കാണാത്ത തരത്തിലുള്ള പൊങ്കാലയിട്ട് സ്വീകരിച്ചത് ഈ പറയുന്ന സംഘപരിവാർ ആശയങ്ങളോട് കൂടിയ VV രാജേഷിൻ്റെ പാർട്ടി തന്നെയായിരുന്നു. നിങ്ങളൊന്നുകിൽ കൊണ്ടുപോവുക, കാര്യം ഇതൊരു കാരണവശാലും മേയറുടെ കൈ, അന്നത്തെ ആര്യയുടെ കൈ കിട്ടരുത്. കിട്ടിയാൽ അവർ കൊണ്ടുപോയി വീട് വെച്ച് കൊടുക്കും. അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് ആര്യയ്ക്ക് കിട്ടും.
അതുകൊണ്ട് ആര്യയുടെ കൈ കിട്ടരുത് ഇഷ്ടികൾ ഒരെണ്ണം പോലും. നിങ്ങൾ ഒന്നുകിൽ തിരിച്ചു കൊണ്ടുപോവുക, അതല്ലെങ്കിൽ അവിടെ ഇട്ട് തല്ലിപ്പൊട്ടിച്ച് കളയുക. ഇതാണ് പറഞ്ഞിരുന്നത്. എത്ര ജനക്ഷേമകരമായ ചിന്താഗതിയായിരുന്നു അന്ന് പ്രതിപക്ഷത്തിരുന്ന വി രാജേഷ് ഉൾപ്പെടെയുള്ള BJPയുടെ ചിന്താഗതി. ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് ഇപ്പോഴെന്താണ്? അത് കഴിഞ്ഞ് ഈ പൊങ്കാല പ്രഖ്യാപിച്ചപ്പോൾ അതിനുശേഷം ജനങ്ങളുടെ കൈയടി മേടിക്കാൻ വേണ്ടി പറഞ്ഞ ഡയലോഗ് ഇതായിപ്പോയി. അന്ന് സാമൂഹ്യ മാധ്യമങ്ങളടക്കം ആര്യ രാജേന്ദ്രനെതിരായി ശക്തമായ പ്രതിഷേധമാണ് ഇവിടുത്തെ സംഘപരിവാർ നടത്തിയത്. എന്നിട്ടിപ്പോൾ പൊങ്കാല കുളവായി. മാറാത്തത് മാറുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നാറാത്തത് നാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് തിരുവനന്തപുരത്ത്. പൊങ്കാലയ്ക്ക് മുൻപായി അവിടെ ഒരുക്കേണ്ട എന്താ പറയുക അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഒരു മഴ വന്നു എന്ന് പറയുന്നൊരു കാരണം. നിങ്ങൾ 10 പേരെ മൊബൈലും കൊടുത്ത് നിർത്തിയിട്ട് ഏതെങ്കിലും ഒരു പാർക്കിംഗ് ഏരിയയിൽ പോയി അവരോട് ചൂടാകുന്നതല്ല വി രാജേഷ് നിങ്ങളുടെ മേയറിൻ്റെ പ്രവർത്തനം. ശക്തമാകണമായിരുന്നു. കാരണം തിരുവനന്തപുരം എന്ന് പറയുന്ന ഒരു നാടിനെ അടയാളപ്പെടുത്തുന്ന ഒരേ ഒരു ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി ഭക്തജനങ്ങളാണ് അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഭക്തജനങ്ങൾ. ആ എത്തുന്ന ഭക്തജനങ്ങളെ പോലും യാതൊരു വിലയുമില്ലാത്ത രീതിയിൽ കാണുന്ന ഒരാളായി പോയല്ലോ വി രാജേഷെ നിങ്ങൾ. എന്നിട്ട് കേരളം ഭരിക്കുന്ന കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിനെ എടുത്തുയർത്തിക്കൊണ്ടുവന്ന ഒരു മന്ത്രിയോട് പറയുന്ന വാക്കാണ്, നിങ്ങൾ നിങ്ങളുടെ വകുപ്പിൻ്റെ കാര്യം നോക്കിയാൽ മതി, തിരുവനന്തപുരത്തിൻ്റെ കാര്യം നോക്കാൻ ഞാനിവിടെ ഉണ്ടെന്ന്. എന്ത് നോക്കി നിങ്ങൾ? വി രാജേഷ് എന്താണ് തിരുവനന്തപുരത്തുകാർക്ക് വേണ്ടി ചെയ്തത്? തിരുവനന്തപുരത്ത് എന്ത് ചെയ്തു? ഇവിടെ ഭരണം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് കള്ളത്തരവും പ്രചരിപ്പിക്കുകയായിരുന്നില്ലേ? ഇവിടെ നിങ്ങൾ അധികാരമേറ്റ് 45 ദിവസത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ വരുമെന്നും തിരുവനന്തപുരം നഗരത്തിൻ്റെ വികസന രേഖ അവതരിപ്പിക്കുമെന്നും പറഞ്ഞു. എവിടെയാ വികസന രേഖ? അത് ചോദിച്ചപ്പോൾ കൈ ഇങ്ങനെ പൊക്കി കാണിച്ചു. എന്നിട്ട് പറയാം ദേ ആ രേഖ എന്ന് പറഞ്ഞു. പ്രധാനമന്ത്രി ഇവിടെ എന്തോ ബ്ലൂ പ്രിന്റ് കൊണ്ടുവരുമെന്ന് നിങ്ങളുടെ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തുകാരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. എന്നിട്ട് ആ ബ്ലൂ പ്രിന്റ് എവിടെ? ബ്ലൂ പ്രിന്റും ഇല്ല. ഈ പറയുന്ന പോലെ കിലുക്ക സിനിമയിൽ പറയുന്ന പോലെ ജ്യോതിയും വന്നില്ല പുകയും വന്നില്ല എന്ന് പറയുന്ന അവസ്ഥയായിപ്പോയി. അതുതന്നെയാണ് തിരുവനന്തപുരത്തുകാരെ നിങ്ങൾ പറഞ്ഞു പറ്റിച്ചിട്ടാണ് BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ കക്ഷി അധികാരത്തിലേക്ക് വരുന്നത്. പലയിടങ്ങളിലും കോൺഗ്രസുമായി അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കി. ആ കൂട്ടുകെട്ടിൻ്റെ ഫലമായി 200 സീറ്റ് വോട്ട് പോലും കിട്ടാത്ത കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ ഉണ്ടായിട്ടുണ്ട് തിരുവനന്തപുരത്ത്. അങ്ങനെ നാട്ടുകാരെയും പറ്റിച്ച് കോൺഗ്രസ്സുകാരുടെ ആയിട്ട് ഒത്താശ ചെയ്തു കൊടുത്ത് അങ്ങനെ പരസ്പരം ഒരു ഡീൽ ഉണ്ടാക്കിക്കൊണ്ട് CPM-നെ പരാജയപ്പെടുത്തി, അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തി BJP അധികാരം പിടിച്ചു. അധികാരം പിടിക്കണമെന്നൊരൊറ്റ ലക്ഷ്യം. അതിനുശേഷം നടന്ന ഏറ്റവും തിരുവനന്തപുരത്തിൻ്റെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ കൊളമാക്കി കൈ കൊടുത്തില്ലേ? അവിടെ വന്നുകൂടിയ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നുകൂടിയിട്ടുള്ള സാധാരണക്കാർ പറഞ്ഞു, ഞങ്ങൾ എവിടെ ഇരുന്ന് പൊങ്കാലയിടും? അമ്പലത്തിൻ്റെ പരിസരം ചെളിക്കണ്ടമായി കിടക്കുന്നു, അവിടെ എവിടെ ഇരുന്നിട്ടാണ് ഞങ്ങളിന്ന് പൊങ്കാലയിടുക? എത്ര ദയനീയമായിരുന്നു അവരുടെ ചോദ്യം. അതിന് പോലും പരിഹാരം ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിഹാരം കണ്ടുപിടിക്കാൻ പറ്റാത്ത മേയർ വി രാജേഷ് ഇവിടെ പറയുന്ന കേരളത്തിലെ മന്ത്രിയായ ഇദ്ദേഹത്തോട് ശിവൻകുട്ടിയോട് പറയുകയാണത്രേ, നിങ്ങൾ നിങ്ങളുടെ വകുപ്പിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, തിരുവനന്തപുരത്തിൻ്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാമെന്ന്. ഇത് ധാർഷ്ട്യമെന്നൊന്നും പറയുന്നില്ല, നിങ്ങൾ നിങ്ങളുടെ വില കളഞ്ഞു കുളിച്ചു എന്ന് തന്നെ പറയുന്നതും യാഥാർത്ഥ്യം. മിസ്റ്റർ വി രാജേഷ്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക സർ, നിങ്ങൾ തിരുവനന്തപുരം എന്ന് പറയുന്ന നഗരത്തിൻ്റെ മാത്രം മേയറാണ്. നിങ്ങൾക്ക് മുകളിലാണ് കേരളം എന്ന് പറയുന്ന സംസ്ഥാനം. അത് ഭരിക്കുന്ന ആ സംസ്ഥാനത്തിലെ ഒരു പ്രധാനപ്പെട്ട വകുപ്പ് ഭരിക്കുന്ന ഒരു മന്ത്രി, ആ മന്ത്രിക്ക് എല്ലാ അധികാരങ്ങളുമുണ്ട്. അദ്ദേഹം തിരുവനന്തപുരത്തുകാരനാണെന്നേ. നിങ്ങളിരുന്ന സ്ഥാനത്ത് ഏറെക്കാലം ഇരുന്ന ഒരാൾ കൂടിയാണ് ശിവൻകുട്ടി എന്ന് പറയുന്ന ഒരാൾ. അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനും അദ്ദേഹം നോക്കേണ്ട വകുപ്പുകൾ നോക്കി നടത്തിയാൽ മതിയെന്ന് പറയുന്നത് നിങ്ങളുടെ രാഷ്ട്രീയ പാപ്പരത്വമാണെന്ന് പറയേണ്ടി വരും. വി രാജേഷിൻ്റെ പച്ചയ്ക്ക് പറഞ്ഞാൽ രാഷ്ട്രീയ പാപ്പരത്വം. നിങ്ങൾക്ക് രാഷ്ട്രീയം അറിയില്ല. നിങ്ങൾക്ക് കുറേ ക്യാമറകളുടെ മുന്നിൽ നിന്ന് ഷോ പീസ് ഇറക്കാൻ മാത്രമല്ലാതെ നിങ്ങളെ കൊണ്ട് യാതൊരു ഗുണവുമില്ലെന്നേ. അതല്ല ഇപ്പോൾ ഈ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്ന ഏറ്റവും മഹനീയവും വിശിഷ്ടവും അതിശ്രേഷ്ഠവുമായ ഒരു പരിപാടിക്കിടയിൽ പോലും ആ പരിപാടി നടന്നതിന് ശേഷം നിങ്ങൾക്ക് ആ നഗരം ഒന്ന് വൃത്തിയാക്കാൻ കഴിയാതെ പോയത്. നിങ്ങൾക്ക് കഴിവില്ല, അതങ്ങ് അംഗീകരിക്കൂ. നിങ്ങൾ KB ഗണേഷ് കുമാർ എന്ന് പറയുന്ന മന്ത്രിയോട് തായം കെട്ടി കളിച്ചേക്കാം, ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രിയോട് തായം കെട്ടി കളിക്കാം, അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ മന്ത്രിമാരെ നിങ്ങൾക്ക് വെല്ലുവിളിക്കാൻ സാധിക്കുമായിരിക്കും. പക്ഷേ അപ്പോഴും ഒന്നുണ്ട്, അവരെല്ലാവരും മന്ത്രി എന്നുള്ള നിലയിൽ അവരുടെ കഴിവ് തെളിയിച്ചവരാണ്. KB ഗണേഷ് കുമാർ എന്ന് പറയുന്ന മന്ത്രിയെ നിങ്ങൾ വെല്ലുവിളിച്ചില്ലേ? അപ്പോൾ ഗണേഷ് കുമാർ ധൈര്യമായിട്ട് പറയാം, നിങ്ങൾ എടുത്തുകൊണ്ട് വെക്കോ എന്ന് പറഞ്ഞില്ലേ? വണ്ടിയെല്ലാം നിങ്ങൾ കൊണ്ടുവെക്കോ, പക്ഷേ പാർക്ക് ചെയ്യാനുള്ള സ്ഥലവും തരില്ല, ഞങ്ങൾ തൊഴിലാളികളെയും വിട്ടു തരില്ല എന്ന് തൻ്റെ ഇടത്തോടെ ഊർജ്ജത്തോടെ പറഞ്ഞൊരു മന്ത്രിയാണ് KB ഗണേഷ് കുമാർ. കാര്യം എന്തുകൊണ്ടാണ് KSRTC എന്ന് പറയുന്ന ഒരു വെള്ളാനെ ഈ പറയുന്ന അവസ്ഥയിലേക്ക്, ഇന്ന് ലാഭകരമായ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ കഴിവ് ഉപയോഗിച്ച ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മന്ത്രിയാണ്. വിദ്യാഭ്യാസ വകുപ്പ് ശിവൻകുട്ടി അങ്ങനെ തന്നെയാണ്. തിരുവനന്തപുരത്തുകാർക്കുള്ള മന്ത്രിയിലെ ഏറ്റവും ശക്തനായ മന്ത്രിയാണ് വി ശിവൻകുട്ടി.
അദ്ദേഹം ചോദിച്ചിരിക്കും. കാരണം എന്താ, അതാ ചോരയുടെ ഗുണമാണെന്നേ ശിവൻകുട്ടി ചോദിക്കുന്നെങ്കിൽ അദ്ദേഹത്തിന് വളർത്തിക്കൊണ്ട് വന്നതും അന്ന് അദ്ദേഹം ഇന്ന് വിശ്വസിക്കുന്നതുമായ ഒരു പ്രസ്ഥാനത്തിൻ്റെ എല്ലാ ഗുണവും ശൗര്യവും ഈ പറയുന്ന വി ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രി കാണിച്ചിരിക്കും. അതിൽ ഇതിന് മുൻപുള്ള ഒരു വി ശിവൻകുട്ടിയുണ്ട്. ആ ശിവൻകുട്ടിയാകാൻ രവി വി രാജേഷ് പ്രേരിപ്പിച്ചാൽ ആ അത് തടയാൻ ഈ പറയുന്ന വി വി രാജേഷ് എന്ന് പറയുന്ന ഒരാൾ കൂട്ടിയാൽ കൂടില്ല എന്ന് തന്നെ മനസ്സിലാക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.